ഹലോ എവ്രി വൺ, എല്ലാവർക്കും മീസോ പി എസ് സിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ട് വരുന്നത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പം ഇതുവരെ നമ്മൾ അമേരിക്കൻ റവല്യൂഷനും അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സുകളായിട്ടാണ് ഇതുവരെ ചെയ്തത്. അത് ഈ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അടുത്ത് നമുക്ക് പറയാനുള്ളത് ചൈനയിലെ വിപ്ലവത്തിനെ കുറിച്ചാണ്. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിൻ്റെയും വേദന പൂണ്ട ചരിത്രത്തിനു ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിൻ്റെയും സാമൂഹിക അടിസ്ഥാനത്തിൻ്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്തിൻ്റെയും വിദേശ മൂലധനത്തിൻ്റെയും രംഗപ്രവേശനമായിരുന്നു അത്. ഇത് നമ്മുടെ എം.എൻ. റോയ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. 19ാം നൂറ്റാണ്ടിലെ ചൈനയിലേക്കുള്ള യൂറോപ്യരുടെ ആഗമനവും പ്രത്യാഘാതങ്ങളുമാണ് എം.എൻ. റോയ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ ചൈന എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള വരവും അവരുടെ ആധിപത്യവും സംബന്ധിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇതുപോലെ കച്ചവട താൽപ്പര്യങ്ങളുമായി വിദേശ ശക്തികൾ ചൈനയിലും എത്തിയിരുന്നു. കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ നിന്ന് വൻതോതിൽ ലാഭം നേടിയത്. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് ഒരു ലഹരി പദാർത്ഥമാണ് കേട്ടോ. അപ്പോൾ അതിലൂടെയാണ് യൂറോപ്യർ ചൈനയിൽ നിന്ന് വൻതോതിൽ ലാഭം നേടിയത് എന്നാണ് പറയുന്നത്. ലഹരി പദാർത്ഥമായ കറുപ്പിൻ്റെ ഉപയോഗം വളരെ പെട്ടെന്ന് തന്നെ ചൈനയിൽ വ്യാപകമായത് ചൈനയിലെ ജനതയുടെ ആരോഗ്യത്തെയും രാജ്യത്തിൻ്റെ സമ്പത്തിനെയും ബാധിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഒരു വലിയ രീതിയിൽ സാമ്പത്തിക പുരോഗതിയൊക്കെ നേടിക്കൊണ്ട് വരുന്നൊരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ രാജ്യത്ത് കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ ഈ പറയുന്ന അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ചൈനയ്ക്ക് വൻതോതിൽ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടായി. ഇത് മറ്റ് രാജ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇത് ചൈനയുടെ മേലിലൊരു അസൂയ പോലത്തെ ഒരു വികാരം ഉണ്ടാക്കുന്നതിന് കാരണമായി. കാരണം അവരെക്കാളും ഇവർ മുൻപന്തിയിൽ എത്തുമോ എന്നുള്ളൊരു ഒരു പേടി അവരിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തരത്തിൽ കറുപ്പ് വ്യാപകമായിട്ട് ചൈനയിലേക്ക് അവർ ഇറക്കുമതി ചെയ്തത്. ചൈന എന്താക്കി അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാനും അതിൻ്റെ ഉപയോഗം വളരെ കൂട്ടാനും തുടങ്ങി. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിലുണ്ടായ യുദ്ധം കറുപ്പ് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം ഉണ്ടായത്. ഈ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. ആരാണ് പരാജയപ്പെട്ടത്? ചൈന പരാജയപ്പെട്ടു ബ്രിട്ടനോട്. അതുവഴി നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാന തുറമുഖങ്ങളായ കാന്റൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായി തുറന്നു കൊടുത്തു. നാങ്കിങ് ഉടമ്പടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. അത് കറുപ്പ് യുദ്ധത്തെ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചൈന ഒപ്പുവെച്ച് കൊടുത്ത ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. അത് പ്രകാരമാണ് കാന്റൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് തുടങ്ങിയവ സ്ഥലങ്ങൾ വിദേശ വ്യാപാരത്തിനായിട്ട് ചൈനയ്ക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നത്. വിദേശ ശക്തികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടൽ ചൈനയിലെ ജനങ്ങൾക്കിടയിൽ അവരോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ചൈനയിൽ ധാരാളം രഹസ്യ സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു ബോക്സർമാർ. ബോക്സർമാർ എന്ന് പറയുന്നത് ചൈനയിൽ തന്നെ അവരുടെ ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടായി വന്ന ഒരു സംഘടനയാണ് ബോക്സർമാർ എന്ന് പറയുന്നത്. അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് മുഷ്ടി. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ ചിഹ്നം. യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ ചെറുത്തുനിൽപ്പുകളാണ് ബോക്സർ ലഹള എന്ന് അറിയപ്പെട്ടത്. ബോക്സർ ലഹളയ്ക്ക് ശേഷം ചക്രവർത്തി ചൈനയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിച്ചു. ചക്രവർത്തിയുടെ ഇത്തരം പരിഷ്കാരങ്ങൾ ചൈനയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. കാരണം അവർ ആഗ്രഹിച്ചത് ഒരു സ്വതന്ത്രമായിട്ടുള്ള അവർ സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. അല്ലാതെ ഒരു യൂറോപ്യൻ ആളുകളുടെ കീഴിലൊന്നും വരാൻ വേണ്ടിയിട്ട് അവരുടെ ചൈനയിലെ ജനത ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ചൈനയിലെ
ചക്രവർത്തി എന്താ ചെയ്തത്? പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെ ചൈനയിൽ നടപ്പിലാക്കുകയൊക്കെയാണ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും ചൈനയിലെ ജനങ്ങൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായി. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഇവർക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സന്യാത്സെൻ്റെ ആളുകളായിരുന്നു. സന്യാത്സെൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്തിന് നേതൃത്വം നൽകിയത്? ഇങ്ങനെ മഞ്ചു രാജവംശത്തിനൊക്കെ എതിരെ പോരാടാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്. അദ്ദേഹം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാണ് കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്യാത്സൻ തന്നെയാണ്. സന്യാത്സനാണ് കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത്. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിന് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് സന്യാത്സൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും യുവാൻ ഷിങ്കെ അധികാരത്തിലെത്തുകയും ചെയ്തു. 1916 ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് സന്യാത്സൻ വീണ്ടും അധികാരമേറ്റു. ഈ സന്യാത്സനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ സന്യാത്സൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കി. ഒരു സാമൂഹിക പരിഷ്കർത്താവാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ചൈനയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായി ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. ഇത് പിന്നീട് കുമിങ്താങ് പാർട്ടിയെ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുമിങ്താങ് പാർട്ടി രൂപീകരിച്ചത് സന്യാത്സനാണ്. ചൈനീസ് വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? നമ്മുടെ സന്യാത്സനെ കണക്കാക്കുന്നത്. ചൈനീസ് വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് സന്യാത്സനെ കണക്കാക്കുന്നത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ചൈനയിലും പ്രചരിക്കാൻ തുടങ്ങി. കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ സ്വാധീനമുണ്ടാക്കാൻ 1921 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മാവോ സേതുങ് ആണ്. ഏത് വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1921. 1921 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിങ്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സന്യാത്സൻ 1925 മരണപ്പെട്ടു. സന്യാത്സൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ചിയാങ് കൈഷക്ക് കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപ്പാദനം, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തിക്ക് തുറന്നുകൊടുത്തു. അപ്പോൾ സന്യാത്സൻ്റെ കാലം വരെ എന്തായിരുന്നു? അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ സന്യാത്സന് ശേഷം ആര് വന്നു അധികാരത്തിൽ? ചിയാങ് കൈഷക്ക് വന്നു. അയാളും ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ മഞ്ചു രാജവംശത്തെയൊക്കെ അവർക്ക് ഒരു സപ്പോർട്ട് ആവുന്ന പോലെയൊക്കെയുള്ള ഒരു ഭരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. തൽഫലമായി എല്ലാ മേഖലകളും വിദേശ ശക്തികൾ നിയന്ത്രിച്ചു. ഇതിലൂടെ അവർ വൻതുക ചൈനയിൽ നിന്ന് കൈവശപ്പെടുത്തി. ഈ നയങ്ങളെ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സേതുങ്ങിൻ്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച്, ഓർത്തു വെക്കണേ, ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് മാവോ സേതുങ് ആണ്. 1934 മാവോ സേതുങ് എന്ത് നടത്തി? ലോങ് മാർച്ച്. ആരുടെ ഭരണത്തിനെതിരൊക്കെ ആയിട്ട്? നമ്മുടെ ചിയാങ് കൈഷക്കിൻ്റെ ഭരണത്തിനെതിരൊക്കെ ആയിട്ട്. ഇനി 1893 ഡിസംബർ 26 മാവോ സേതുങ്ങിൻ്റെയും പെൻഗി മേയുടെയും പുത്രനായി ഷാവോഷേനിൽ ജനിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമാണ്. അപ്പോൾ എന്താണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനാണ് ആര്? നമ്മുടെ മാവോ സേതുങ്. പീപ്പിൾ റിപ്പബ്ലിക്സ് ഓഫ് ചൈനയുടെ സ്ഥാപകൻ. സാക്ഷരത, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻനിരയിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ലോങ് മാർച്ച് നടന്ന സ്ഥലങ്ങളെ ഏതൊക്കെ പ്രവിശ്യയിൽ കൂടെയൊക്കെയാണ് കടന്നു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം 11 പ്രവിശ്യകളിൽ കൂടെയാണ് മാവോ സേതുങ്ങിൻ്റെ 1934 ലോങ് മാർച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ 13 എന്ത് കാണാം? പ്രവിശ്യകൾ കാണാം. അപ്പോൾ ലോങ് മാർച്ച് ആരംഭിച്ചത് കിയാങ്സിയിൽ നിന്നും ഷെൻസിയിലാണ് അവസാനിച്ചതും. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച്
ഷെൻസിയിൽ അവസാനിച്ചു. കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച് ഷെൻസിയിൽ നിന്ന് അവസാനിച്ചു. മൊത്തം 11 പ്രവിശ്യകളിൽ കൂടെയാണ് ഈ കാണുന്നൊക്കെയാണ് കേട്ടോ അതിലെ പ്രവിശ്യകൾ. ഇവിടെ ഏറോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന 11 പ്രവിശ്യകളിൽ കൂടെയൊക്കെയാണ് മാവോ സേതുങ്ങിൻ്റെ ലോങ് മാർച്ച് പോയിട്ടുണ്ടായിരുന്നത്. 1949 ഏപ്രിൽ 21 കുമിങ്താങ് ഗവൺമെൻറ്റിൻ്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നാങ്കിങ് ഉടമ്പടി വഴിയൊക്കെ ചൈനക്കാരെ കൊണ്ട് അവർ ഒപ്പിടിപ്പിച്ചു കറുപ്പ് യുദ്ധത്തിൽ തോറ്റതിന് പിന്നാലെ. പക്ഷേ എന്തായി, കുമിങ്താങ് ഗവൺമെൻറ്റിൻ്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന, നമ്മുടെ മാവോ സേതുങ്ങിൻ്റെ ചുവപ്പ് സേന 1949 തിരിച്ചു പിടിച്ചെടുക്കുകയാണ് അല്ലേ. തുടർന്ന് ഒക്ടോബർ 1 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ റിപ്പബ്ലിക്. അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഏപ്രിൽ 21 1949 ഏപ്രിൽ 21 ചൈന ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന സുപ്രധാന ശക്തിയായി വളർന്നു. വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത്, ചൈന ജനകീയ റിപ്പബ്ലിക്കായി. ചൈനയിലെ വിദേശാധിപത്യം അവസാനിച്ചു. അതായത് നാങ്കിങ് ഒക്കെ അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അല്ലേ, മാവോ സേതുങ്ങിൻ്റെ സൈന്യം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ചൈന വിദേശാധിപത്യം അവസാനിപ്പിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാക്കുന്നതിന് കാരണമായി. കൃഷിഭൂമി കർഷകർക്ക് ലഭിച്ചു. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത നടത്തിയ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തത്. ഈ വിപ്ലവങ്ങൾ ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂരുന്നതിന് സഹായിച്ചു. വിപ്ലവ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും ചിന്താധാരകളും ആധുനിക ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് ഈ ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. മൊത്തം ഒരു ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് പഠിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് 3 വീഡിയോസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് മുന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണുക കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ക്ലാസ്സുകൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.